എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേച്ചി എന്തോ സംരംഭം തുടങ്ങിയെന്നോ മീനക്ക് മൈലേജ് ഇട്ട് കൊടുക്കുമെന്നോ ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് RJ അഞ്ജലി പ്രാങ്ക് ചെയ്തത് നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ അത് ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു. RJ അഞ്ജലിക്കെതിരെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നു. നിങ്ങൾ ചെയ്ത് ഒട്ടും ശരിയായില്ല, നിങ്ങൾ ആ തരത്തിൽ അവരെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ. അത് അറിയാവുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഇമാതിരി പ്രാങ്കിയപ്പോൾ എല്ലാവർക്കും അതൊരു ഇഷ്ടക്കേടായി. എന്നാൽ ഇതിനൊക്കെ ശേഷം ഇതൊരു വാർത്തയായി, ഇതൊരു വിഷയമായി. എന്തായാലും മെഹന്തി ആർട്ടിസ്റ്റ് കൊണ്ട് കേസ് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം RJ അഞ്ജലി ഒരു ക്ഷമാപണവുമായി വന്നിരുന്നു. ഈ RJ അഞ്ജലിയോടൊപ്പം തന്നെ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു നിരഞ്ജന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അഞ്ജലി ക്ഷമാപണം നടത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നിരഞ്ജന ഉണ്ടായിരുന്നില്ല. എന്നാൽ ആൾക്കാർ അതിനെയും ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് നിരഞ്ജന ഉണ്ടായില്ല, നിരഞ്ജനയല്ലേ സത്യത്തിൽ ആ കോള് വിളിച്ചത് സംസാരിച്ചത് എന്ന തരത്തിലായിരുന്നു സംസാരം. എന്നാൽ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് നിരഞ്ജനയും എത്തിയിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, ചേച്ചിയാണ് ഇവിടെ ഇല്ലായിരുന്നു, കോയമ്പത്തൂരായിരുന്നു, അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് സംസാരിച്ചിരുന്നു. അഞ്ജലി ചെയ്ത പോലെ തന്നെ നിരഞ്ജനയ്ക്കും സ്വന്തം ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യായിരുന്നു. എന്താണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അത് ചെയ്തില്ല. ഒരു എക്സ്പ്ലനേഷനും നിരഞ്ജന കൊടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. അത് ശരിയാണ്. ഇവർ മെഹന്തി ആർട്ടിസ്റ്റിനോടായിരുന്നു ക്ഷമ ചോദിക്കേണ്ടിയിരുന്നത്. എല്ലാവരും ഇപ്പൊ അവർ ക്ഷമ ചോദിച്ചതിന്റെ പിന്നാലെ തന്നെ കമന്റിന്റെ പ്രവാഹമായിരുന്നു. നിങ്ങൾ പൊതുജനത്തോട് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്, അതിൽ അപമാനിക്കപ്പെട്ട ആ വ്യക്തിയോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത് എന്ന തരത്തിൽ അങ്ങനെ അവര് ആ മെഹന്തി ആർട്ടിസ്റ്റിനോടും ക്ഷമ ചോദിക്കേണ്ടായി. അതിനുശേഷം നടന്നതാണ് വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വിളിച്ചിട്ട് ഈ അഞ്ജലിയെ വിളിച്ചിട്ട് പറയാണ്, മെഹന്തി ഇടണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ വന്ന് മെഹന്തി ഇടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പുള്ളിക്കാരത്തിന്റെ ആരാധകനാണ് ഞാൻ, നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഈ തരത്തിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് എനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, അവരെ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിരുന്നു, ഒത്തിരി പേര് അവരുടെ പ്രാങ്കിനൊക്കെ ആരാധകരുമായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാവരും അവരെ വെറുത്തു. പുള്ളിക്കാരൻ പറയുന്നതോ അതിലേറെ മോശമായ രീതിയിലാണ്. എന്നാൽ അത്രയ്ക്ക് തരം താഴെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അത് ആവശ്യമുണ്ടായിരുന്നില്ല. അത് ശരിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ തരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മെഹന്തി ഇടണമെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ വന്ന് ഇട്ട് തരത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധാരണ ഒരു ദേഷ്യം വന്ന് ചോദിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അതൊരു വൃത്തികെട്ട തരത്തിൽ സംസാരിച്ചു പോകുമ്പോൾ അതൊരു ശരിയായ തീരുമാനമല്ല, അതൊരു ശരിയായ ഒരു സംസാര രീതിയല്ല. എന്തായാലും പുള്ളിക്കാരി പോസ്റ്റ് ചെയ്ത ആ വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. വിചാരിക്കുന്നത് റേപ്പിസ്റ്റുകളെല്ലാം ജയിലിലായി കഴിഞ്ഞു എന്നാണ്. ശരിക്കും അങ്ങനെയാണോ? എന്താ നിരഞ്ജന, നീ എന്തിനാ ഇത്ര നല്ല ആർട്ടിസ്റ്റായി ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാണ് വേറെ ലോഡീസിനൊക്കെ പോയിട്ട് വിളിക്കുന്നത്? എനിക്ക് കുണ്ടിൽ മെഹന്തിട്ട പോരായോ? ഞാൻ ഇട്ടിരുന്നില്ല ഇവിടെ നിനക്ക് നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കുകൾ ഞാൻ ചെയ്തെടുത്തിരിക്കും. രണ്ട് സൈഡിലെ കുണ്ടിൽ ഇങ്ങനെ സൈഡിലായിട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനുകൾ ചെയ്തു തരും. അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒക്കെ ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക സുഖം കൂടെ കിട്ടും നിനക്ക്. ചെറിയൊരു സുഖം കിട്ടും. ആ ഒരു സംസാരം ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ തരം വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ട് അവസാനം വലിയ ആരാധകനൊക്കെ ആയിരുന്നു പോലും. ആരാധകനായിരുന്ന വ്യക്തിക്ക് ഈ തരത്തിൽ തരം സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ എത്രയ്ക്ക് ആരാധന ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയ്ക്ക് ഇഷ്ടക്കേട് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ ഈ തരത്തിലൊരു വൃത്തികെട്ട രീതിയിലേക്ക് സംസാരിച്ചു പോകാൻ പാടില്ല. അതോടൊപ്പം ഈ പുള്ളിക്കാരി പറയുന്ന കാര്യമാണ്, ഇവിടെ റേപ്പിസ്റ്റുകളുടെ എണ്ണം കൂടി വരികയാണ്, കുറഞ്ഞിട്ടില്ല എന്ന്. അതെങ്ങനെ കുറയാനാണ്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ തരത്തിലൊക്കെ വീഡിയോ ഇടുകയും ഈ തരത്തിൽ ആൾക്കാരെ സംസാരിക്കാൻ വെച്ചത് നിങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചതും നിങ്ങൾക്കുള്ള ഇഷ്ടക്കേട് വരുത്തി വെച്ചതും നിങ്ങൾ തന്നെയാണ്. എന്നാൽ ഇയാൾ പറഞ്ഞതിനോട് ഒട്ടും നമുക്ക് യോജിക്കാനും പറ്റില്ല. അതോടൊപ്പം പുള്ളിക്കാരി ഇയാൾക്കെതിരെ നൈസായിട്ട് കേസും കൊടുത്തിട്ടുണ്ട്. വേറൊരാളോട് പ്രാങ്കിന് വേണ്ടി ഇത് പറഞ്ഞ് സംസാരിച്ച വ്യക്തി തന്നെ അങ്ങനെ സംസാരിച്ച ഒരാൾക്കെതിരെ, അതായത് അയാൾ വൃത്തികെട്ട രീതി സംസാരിച്ചത് കൊണ്ടാണ് കേട്ടോ, കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ റെക്കോർഡിംഗ്സ് ഉണ്ടാകും, മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. സോ ഒരുമിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് മെഹന്തി ഇടാം കേട്ടോ. ചേച്ചിയും വരാം, ചേച്ചിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ തെറ്റാണ്, അത് നമ്മൾ സമ്മതിച്ചു. അതിന്റെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു. യാതൊരുവിധ പ്രശ്നമില്ല എന്നവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു, മനസ്സിലായോ? പക്ഷെ നീ ഇപ്പൊ എന്താ ചെയ്തത്? നീ സെക്ഷൽ അബ്യൂസാ ചെയ്തത്, അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള. അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി. ചേട്ടാ ഇപ്പൊ കപ്പലിലാണുള്ളത്, ഇറങ്ങുമ്പോൾ മൈലാഞ്ചി ഇടാൻ വരുമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ.
എന്നിട്ട് പുള്ളിക്ക് അടക്കമില്ല കേട്ടോ. പുള്ളി എന്നിട്ട് പറയാ, വെല്ലുവിളിക്കുക, പുള്ളിക്കാരി കേസ് കൊടുക്കും, ആ രീതിയിലൊക്കെ സംസാരിച്ചു, അത് പുള്ളിക്കാരി റെക്കോർഡ് ചെയ്തേക്കുവാണ്. എന്നിട്ട് പോലും പുള്ളി കൂസലില്ലാതെ പറയണ, ഞാൻ വന്നോളാം എന്ന് പറയാ. അതിനുശേഷം പുള്ളി ഇപ്പൊ പറയുന്നതാണ് കോമഡി ആയി പോണെ. ഇത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യേ, ഞാൻ അതിന് വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, മൈലാഞ്ചി ഇടുന്ന ഒരു തെറ്റേ അല്ല. ഓക്കെ, ഞാൻ നിന്റെ പണി കളയാൻ ശ്രമിച്ചതല്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ പ്രാങ്കൊക്കെ ഞാൻ ആസ്വദിക്കലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ജോലി തിരക്കിനിടയിൽ മാപ്പാക്കണേ. അത് മാപ്പാക്കണം എന്നായി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ ചീത്ത വിളിക്കുന്നതോ, അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ തരത്തിലൊക്കെ സംസാരിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയണേടി എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ആ തരത്തിൽ വൃത്തികെട്ട രീതിയിലൊക്കെ പെണ്ണുങ്ങളോട് സംസാരിച്ച് അവർ വെറുതെ വിടുവോ? എന്തായാലും കൊള്ളാം. അവസാനം ചേട്ടൻ പറയാണ് എന്നോട് മാപ്പാക്കണേന്ന്. എന്തായാലും മൈലാഞ്ചി ഇടുന്ന സംഗതി ഒന്നും ഉടനെ ഒന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ഇവര് തന്നെ പറയാണ് നമുക്ക് വീണ്ടും ഇനി മൈലാഞ്ചി ഇട്ട് കളിക്കണമെന്ന്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാലോ. ഒരു സമാധാനത്തിന് വേണ്ടി ഇരിക്കുന്നേടെ. എന്തിന് ചേച്ചി 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 എന്തോ സംരംഭം തുടങ്ങിയെന്നോ? ഇഷ്ടമെങ്കിലൊക്കെയാണ് ഇരിക്കണം. ഇനി മീനൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ഇനി മീനുകൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമോ എന്തോ? ഇനി മീനുകൾക്ക് മാത്രമാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനുള്ളൂ. ലോകത്ത് ബാക്കിയുള്ളവർക്കെല്ലാം മൈലാഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇവര് മീനുകൾക്ക് വേണ്ടി മൈലാഞ്ചി ഇടാൻ വേണ്ടി ഒരുക്കത്തിലാണ് അവര്. അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ഏറിൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കട്ടെ. എന്തായാലും ക്ഷമാപണമൊക്കെ നടത്തിയത് വെറുതെയാണെന്ന് മനസ്സിലായി. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരും, ക്ഷമാപണം നടത്തുക, അടുത്ത പ്രശ്നം വരും, അടുത്ത ക്ഷമാപണം നടത്തുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു സാഗയാണ്. ഇതെങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.